ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടയിൽ വൈദ്യുതി നിലച്ചതോടെ എറണാകുളം കാഞ്ഞൂരിൽ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കെഎസ്ഇബി ഓഫീസിൽ പ്രതിഷേധിച്ച യുവാക്കൾ ഓഫീസിൽ ഇരുന്ന് കളി കണ്ടായിരുന്നു പ്രതിഷേധം. ദൃശ്യങ്ങളിലേക്ക്. ആൾക്കാർ വീട്ടിലൊക്കെ ടി വിയിൽ ആൾക്കാർ ഫുട്ബോൾ കാണുന്ന സമയത്ത് ഈ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. നിങ്ങൾക്ക് 6 to 12 സമയം ഉണ്ടായില്ലെന്ന് നിങ്ങൾ ആൾക്കാരെ ബുദ്ധിമുട്ടിരിക്കുന്നതിനാ. ഈ സമയത്ത് ഈ ലോഡ് ഷെഡിങ് ഏർപ്പെടുന്ന വലിയ കാര്യമുണ്ടോ? ഫോർവേഡ് ചെയ്യുന്ന കാര്യമുണ്ടോ? ഈ കേരളം മൊത്തത്തിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? കേരളം മൊത്തത്തിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഈ മണ്ണം പരിപാടി കാണിക്കുമോ? ജൂലൈ വരെ മുഴുവൻ മനുഷ്യരും ഈ ഇതിൻ്റെ ഉള്ളിലല്ലേ നിൽക്കണേ, ഈ വേൾഡ് കപ്പിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ പ്രതിഷേധമായിട്ട് തന്നെ വന്നാ. നാളെ ഞങ്ങൾ വരും ഈ സമയത്ത്. ജോയ്മോൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോയ്മോനെ, സംസ്ഥാനത്ത് ഒരു വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരിക്കും എന്ന കാര്യം വൈദ്യുതി വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും പല ഭാഗങ്ങളിലും ലോഡ് ഷെഡിങ് 6 മണി തൊട്ട് 12 മണി വരെയുള്ള സമയത്ത് ചെറിയ വൈദ്യുതി നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ലോകകപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വൈകാരികമായി കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിനും ആ ഒരു സ്വഭാവമുണ്ടല്ലേ? തീർച്ചയായും സേതു, നമുക്കറിയാം ഈ ഫുട്ബോൾ ലോകകപ്പ് ആരവങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള എല്ലായിടത്തും കൊട്ടിക്കേറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവേശത്തിലാണ് അതിൻ്റെ പല ടീമുകളെ പിന്തുണയ്ക്കുന്ന ആരാധകരെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ട് പോർച്ചുഗലിൻ്റെയും അതുപോലെ കോങ്കോയുടെയും മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിനിടെയാണ് ഇത്തരത്തിൽ ഈ കാഞ്ഞൂർ ഭാഗത്ത് വൈദ്യുതി നിലയ്ക്കുകയും അതുവഴി ഈ യുവാക്കൾക്ക്, അതായത് പോർച്ചുഗലിൻ്റെ ആരാധകരായ ഒരു കൂട്ടം യുവാക്കൾക്ക് തങ്ങളുടെ ഇഷ്ട ടീമിൻ്റെ മത്സരം കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം നിലച്ചതിനെ തുടർന്ന് ഇവർ കെഎസ്ഇബി ഓഫീസുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിൽ വൈദ്യുതി വരാൻ താമസപ്പെടും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ താമസം ഉണ്ടാകുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് യുവാക്കൾ, ഒരു 5-6 പേർ ചേർന്ന യുവാക്കളുടെ കൂട്ടം ഈ കാഞ്ഞൂരുള്ള കെഎസ്ഇബി ഓഫീസിൽ എത്തുകയും അവിടെ ഇരുന്ന്, അതായത് ഉദ്യോഗസ്ഥർക്കൊപ്പം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇതിനെപ്പറ്റി സംസാരിക്കുകയും അതിനുശേഷം അവിടെ ഇരുന്ന് കളി കണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധിച്ചത്. നമുക്കറിയാം വൈകാരികമായ ഒരു സംസാരം ഇവർക്കിടയിൽ ഉണ്ട്. കാരണം അറിയാം, നമുക്ക് ലോകമെമ്പാടും ഇത്തരത്തിൽ ഫുട്ബോളിന് പിന്നാലെ ഓടുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ നമുക്കറിയാം മുൻപ് പല സമയങ്ങളിലും ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഉൾപ്പെടെ സംസ്ഥാനത്താകെ നടപ്പാക്കും, അല്ലെങ്കിൽ പല സമയത്തും ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അവർക്ക് തടസ്സമില്ല. അതായത് ലോഡ് ഷെഡിങ് ഉൾപ്പെടെ നടപ്പാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ലോകകപ്പ് സമയം അല്ലെങ്കിൽ മത്സരം നടക്കുന്ന സമയം ഒന്ന് മാറ്റി അല്ലെങ്കിൽ അതും കൂടി പരിഗണിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ലോഡ് ഷെഡിങ് നടത്തണം എന്നാണ് യുവാക്കളുടെ ആവശ്യം. അപ്പോൾ എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് കളി കാണാൻ സാധിക്കാത്ത യുവാക്കളുടെ സംഘം കാഞ്ഞൂരുള്ള കെഎസ്ഇബി ഓഫീസിൽ എത്തുകയും പിന്നാലെ അവിടെ ഇരുന്ന് കളി കണ്ടും പ്രതിഷേധിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ ലോഡ് ഷെഡിങ് സംസ്ഥാനത്തൊക്കെ കനക്കുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ലോകകപ്പാണ് ഒരു മാസത്തെ കാലാവധി അല്ലെങ്കിൽ ഒരു മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ആരവമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണം അധികൃതരുടെ ഭാഗത്ത് ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കാഞ്ഞൂർ മാത്രമല്ല, എല്ലായിടത്തും ഈ ഒരു പ്രതിസന്ധി യുവാക്കളല്ല, പ്രായഭേദമന്യേ എല്ലാവരും നേരിടുന്നുണ്ട്. അതായത് അർജന്റീന, ബ്രസീൽ, ജർമ്മനി, പോർച്ചുഗൽ ഉൾപ്പെടെ പല ടീമുകളെ പിന്തുണയ്ക്കുന്ന ആരാധകർ കേരളമെമ്പാടുമുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഫ്ലെക്സുകളിൽ അല്ലെങ്കിൽ വലിയ സ്ക്രീനുകൾ ഉൾപ്പെടെ പലയിടത്തും വലിയ ടെലികാസ്റ്റും മത്സരം തത്സമയ സംപ്രേഷണമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഈ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ ഈ ലോഡ് ഷെഡിങ് വലിയൊരു വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വൈകാരികമായ ഒരു പ്രതിഷേധം ഒരു സംഘം യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സേതു. ഓക്കെ, ശരി ജോയ്മോനെ, ശരി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ കളിയൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര വൈകാരികമായിട്ടിരുന്ന് കാണുന്നതാണല്ലേ. അപ്പം അതിനെ ഒരു നമ്മളെപ്പോഴും പറയും കായിക വിനോദങ്ങളെയൊക്കെ നമ്മൾ അത്രയും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ കാണുന്നത്. പക്ഷേ ലോകകപ്പിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടിയൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് അപ്പുറമൊക്കെ ആൾക്കാർ എടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആ പ്രതികരണങ്ങളും ആ തരത്തിലേക്ക് തന്നെ ഉയർന്നു പോകുമെന്നുള്ളത്.